ഹര ഹര മഹാദേവ പാർവതി പരമേശ്വര. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 മുതൽ 2030 വരെയുള്ള കാലയളവിൽ മേടൻ രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. 2026, 2027, 2028, 29, 30 കാലയളവിൽ ഈ നക്ഷത്ര ജാതകർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നു ചേരുക, ഇവർ എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത്, ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. എന്നാൽ ചില പരിഹാരങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രദർശനങ്ങളുമൊക്കെ നടത്തി തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയാൽ തീർച്ചയായും മേടൻ രാശിക്കാരായ അശ്വതിക്കും, ഭരണിക്കും, കാർത്തികയ്ക്കും ഏറ്റവും അധികം നേട്ടവും ഭാഗ്യവും രാജയോഗവും കൊയ്യാൻ സാധിക്കും. ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടും. ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിയും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ കഴിയും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. മേടൻ രാശിക്കാരെ സംബന്ധിച്ച് 2027 മെയ് വരെ ശനി 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും അല്പം കഷ്ടപ്പാടുകളുമൊക്കെ ഇവർക്ക് സഹിക്കേണ്ടി വരും. എന്നാൽ 2027 ജൂൺ മുതൽ ശനി 1ാം ഭാവത്തിലേക്ക് മാറുന്നത് ജീവിതത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊണ്ടുവരികയും വിവാഹം അല്ലെങ്കിൽ പങ്കാളിത്തം അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് അല്ലെങ്കിൽ വിദേശയാത്ര അല്ലെങ്കിൽ ഉപരിപഠനം ഇതുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ഇവർക്ക് തിളങ്ങുവാൻ അല്ലെങ്കിൽ ഇതിന് നല്ലൊരു സാഹചര്യം ഒരുങ്ങുക തന്നെ ചെയ്യും. ഈ ഒരു കാലയളവിലായിരിക്കും ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി, എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർക്ക് എത്താൻ സാധിക്കുക. 2026 ഡിസംബറിൽ രാഹു 10ാം ഭാവത്തിലേക്ക് മാറുന്നത് ഇവർക്ക് വലിയ മാറ്റങ്ങൾ കരിയറിൽ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ വിദേശത്ത് ജോലിയെടുക്കുന്നവർക്ക്, ഇവർക്കൊക്കെയും ഏറ്റവും അധികം നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ ഈ ഒരു കാലയളവിൽ ഇവർക്ക് വന്നു ചേരാം. അതായത് രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 10ാം ഭാവത്തിലെ രാഹു കഠിനാധ്വാനത്തിന് പകരം സ്മാർട്ട് വർക്ക് ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നു. അതായത് സ്മാർട്ട് വർക്കിലൂടെ ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിശയം വന്നു ചേരും. മേടൻ രാശിക്കാരായ അശ്വതിക്കും, ഭരണിക്കും, കാർത്തികയ്ക്കും ഇനി നേട്ടത്തിനുമേൽ നേട്ടമാണ്. 2026 മുതൽ 2030 വരെ ഇവരുടെ സുവർണ കാലഘട്ടമായിരിക്കും. ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞ് ഇവർക്ക് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. 2027 ജൂലൈക്ക് ശേഷം വ്യാഴം 5ാം ഭാവത്തിലേക്ക് മാറുന്നത് ഉന്നത വിദ്യാഭ്യാസം, നേട്ടങ്ങൾ, സന്താനഭാഗ്യം എന്നിവയ്ക്ക് അനുകൂലമായ കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇവർ ആഗ്രഹിക്കുന്നതൊക്കെയും ഈ നക്ഷത്ര ജാതകർ നേടിയെടുക്കും. അപ്പോൾ ചെയ്യേണ്ടതായ പരിഹാരങ്ങളുണ്ട്, പോകേണ്ടതായ ക്ഷേത്രങ്ങളുമുണ്ട്. തീർച്ചയായും ഇവർക്ക് വലിയ നേട്ടവും വലിയ ഉയർച്ചയും വന്നു ചേരും. അടുത്ത 4.5 വർഷം വലിയ സാമ്പത്തിക വളർച്ചയും കരിയറിൽ പുരോഗതിയും ഉണ്ടാകും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ കഴിയും. ഞാനീ പറയുന്നത് പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. ജാതകവും വർഷഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കരിയറിൽ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ 2026 ഡിസംബർ മുതൽ 2028 ജൂലൈ വരെയുള്ള സമയം ഏറ്റവും അനുയോജ്യമാണ്. ആ ഒരു സമയത്ത് ഇവർ എന്താഗ്രഹിക്കുന്നുവോ അതൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ലഭ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിഹാരങ്ങളുണ്ട്, മന്ത്രങ്ങളുണ്ട്, പോകേണ്ട ക്ഷേത്രങ്ങളുമുണ്ട്. ഇതൊക്കെ അറിഞ്ഞു തന്നെ മുന്നോട്ട് പോവുക മേടൻ രാശിക്കാരായ അശ്വതിയും, ഭരണിയും, കാർത്തികയും. കാരണം ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ഈ 4.5 വർഷക്കാലം. ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് ലഭ്യമാകും. ശനി മന്ത്രങ്ങൾ ചൊല്ലുക, ശനീശ്വരനെ പ്രാർത്ഥിക്കുക,
തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. ഹനുമാൻ ചാലിസ പതിവായി ചൊല്ലുക. ദിവസവും സൂര്യന് ജലതർപ്പണം നടത്തുക. ചൊവ്വയുടെ മന്ത്രമായ ഓം ക്രാം ക്രീം ക്രോം സ ഭൗമായ നമഃ എന്ന മന്ത്രം 108 തവണ ചൊല്ലുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. എന്നാൽ ആരോഗ്യത്തിൽ ഈ നക്ഷത്രജാതകർ ശ്രദ്ധിക്കണം. മേടൻ രാശിക്കാരായ അശ്വതിയും ഭരണിയും കാർത്തികയും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇവർ 2027 മെയ് വരെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. ശനി 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാലുകൾക്ക് വേദന, കണങ്കാലിലെ വേദന, ക്ഷീണം എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്പം ശ്രദ്ധയോടുകൂടി തന്നെ പോവുക. 2030 രാഹു 8ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും വയറ്റിലെ അസ്വസ്ഥതകൾക്കും സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 2028 ജൂൺ ജൂലൈക്ക് ശേഷം വ്യാഴം 6ാം ഭാവത്തിലെത്തുമ്പോൾ ശരീരഭാരം കൂടാനും കരൾ, ദഹന സംബന്ധമായ എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ആരോഗ്യപ്രശ്നങ്ങൾ വരാനും സാധ്യതയുള്ളതായി കാണുന്നു. തീർച്ചയായും ഇവരുടെ യാത്രകളൊക്കെ ഗുണം ചെയ്യും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ആ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർക്ക് എത്താൻ സാധിക്കുകയും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിഞ്ഞു പോകുകയും ചെയ്യും. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ സ്വാധീനം 2027 ജൂലൈ മുതൽ 2028 ജൂലൈ വരെ വ്യാഴം നിങ്ങളുടെ രാശിയുടെ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഈ കാലയളവ് ഉന്നത വിദ്യാഭ്യാസത്തിനും പഠന സംബന്ധമായ കാര്യങ്ങൾക്കും അക്കാദമിക് നേട്ടങ്ങൾക്കും വളരെ അനുകൂലമാണ്. ജൂലൈ 2028 ശേഷമുള്ള അവസ്ഥ നിങ്ങളുടെ 6ാം ഭാവത്തിലേക്ക് മാറുന്നു. ഈ സമയത്ത് പഠനത്തേക്കാൾ ഉപരിയായി ആരോഗ്യകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ശരീരഭാരം കൂടുന്നത് തുടങ്ങിയവ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ചുരുക്കത്തിൽ 2028 ആദ്യ പകുതി ഉന്നത വിദ്യാഭ്യാസത്തിന് മികച്ച അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ വർഷത്തിൻ്റെ 2ാം പകുതിയിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വിദേശയാത്രയ്ക്കും അനുകൂലമായ സമയമാണ്. വിദേശത്ത് പോവുക മാത്രമല്ല, വിദേശത്ത് നല്ല നിലയിൽ എത്തിച്ചേരാനും ഇവർക്ക് സാധിക്കും. 2027 മാസത്തിന് മുൻപ് തീർച്ചയായും ഇവർക്ക് വിദേശയോഗമുണ്ട്. ശനി 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വിദേശയാത്രയ്ക്കും ദീർഘദൂര യാത്രകൾക്കും വളരെ മികച്ച യോഗങ്ങൾ കാണുന്നു. നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കാനും ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുവാനുമുള്ള യോഗം കാണുന്നു. 2026 ഡിസംബർ 6 രാഹു 10ാം ഭാവത്തേക്ക് മാറുന്നതിനോടൊപ്പം മേടൻ രാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. കരിയറിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, കാലയളവിൽ അവർ തൊട്ടതെല്ലാം പൊന്നാക്കും. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും. ചുരുക്കി പറഞ്ഞാൽ 2026 പകുതിയോടുകൂടി ഇവരുടെ ജീവിതത്തിലെ സകലമാന സങ്കടങ്ങൾ മാറി ഇവർക്ക് വലിയ രീതിയിൽ രക്ഷപ്പെടാൻ സാധിക്കും. ഇവരുടെ ആശകളും അഭിലാഷങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിയും. തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയും. അത്രയധികം ഒരു ഭാഗ്യസമയത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തണം. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിറയും. ദൈവാധീനം വർദ്ധിപ്പിക്കണം. ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക്, കൂവളമാല ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. നല്ലതേ സംഭവിക്കുകയുള്ളൂ. ധൈര്യമായിട്ടിരിക്കുക. ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. നന്ദി, നമസ്കാരം.